ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് ഇന്ന് ഓഫാണ്. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റു, ചായയൊക്കെ കുടിച്ചു, പതിയെ അടുക്കളയിൽ കയറി പാത്രമൊക്കെ കഴുകി വെച്ച് പതിയെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ചോറും കറി ഓൾറെഡി ദാൽ കറി വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ദാൽ കറി ആയില്ല, അത് പിന്നെ ഒരു ദാൽ തോരനായിപ്പോയി. പിന്നെ ഞങ്ങൾ ഇന്നലെ വെട്ട് സോസേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം പരിപാടിയൊന്നും ഞങ്ങൾക്ക് കിച്ചണിലില്ലായിരുന്നു. പിന്നെയുള്ള പരിപാടി ഞങ്ങൾക്ക് റൂമായിരുന്നു. റൂം ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. റൂം വൃത്തിയാക്കുന്ന വലിയൊരു ടാസ്ക്കാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ആഴ്ച ഒരു തവണയാണ് ഈ പരിപാടി ചെയ്യുന്നത്. കാരണം എപ്പോഴും സമയം കിട്ടാറില്ല. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം, പില്ലോ കവർ മാറ്റണം, റൂം മുഴുവനൊന്ന് വൃത്തിയാക്കിയെടുക്കണം, തൂത്ത് തുടയ്ക്കണം. ഇതൊക്കെയാണ് പരിപാടി. അതൊരു അരമണിക്കൂറത്തെ പരിപാടിയുണ്ട്. കാരണം ആഴ്ച ഒരു തവണത്തെ പരിപാടി ആയതുകൊണ്ടാണ് ഇത്രയും താമസം ഇതിൻ്റെ അകത്ത്. കാരണം ഇതിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയൊക്കെ ആകും. ഞങ്ങളിത് വലിയ പണിയിലാണ്, ഒരു അരമണിക്കൂറത്തെ കഷ്ടപ്പാടെടുത്ത് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു 5 മിനിറ്റ് കൊണ്ട് വീണ്ടും ഞങ്ങൾ പഴയ പോലെ ആക്കും. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയാണ്. ഇത് രണ്ടും ശരിക്കും 2 വശത്ത് കിടന്ന ബെഡാണ്. നീതും രണ്ടും കൂടെ ഒന്നിച്ചിട്ടതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരു ബെഡിലാണ് കിടപ്പ്. ഇതെല്ലാം ഒരു വിധത്തിലൊന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടുത്തുള്ള തൊട്ടപ്പുറത്തേക്ക് 2 കബോർഡ് ഇരിപ്പുണ്ട്. ആ കബോർഡിലെ തുണിയെല്ലാം നീതുകൊണ്ട് വൃത്തിയാക്കി വെച്ചു. അതെല്ലാം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പിന്നെ ഈ കണ്ണാടി കുറേ നാളായി പൊട്ടിയിരിക്കുന്നത്, കളയണമെന്ന് വിചാരിക്കും. പക്ഷേ അതങ്ങ് മറന്നു പോകും. എന്താണെന്ന് അറിയില്ല, അതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളിതെല്ലാം ഒരു വിധത്തിൽ ഭംഗിയായിട്ടെല്ലാം വൃത്തിയാക്കി വെച്ചു. കുറച്ച് നേരത്തേക്കുള്ളൂ. അത് ഞാൻ വീണ്ടും പറയുവാണ്. വളരെ കുറച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ സമയം കിട്ടുന്നത്. വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മാത്രം. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും 2 ഡ്യൂട്ടിയാണ്. അവളൊരു സമയത്ത് കഴിക്കും, ഞാനൊരു സമയത്ത് കഴിക്കും, അങ്ങനെയാണ്. ഇതാണെങ്കിൽ നീ ഇതൊരു പാൻ കേക്ക് യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞങ്ങൾ വലിയതായിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്ത്, പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഫ്ലോപ്പായിപ്പോയി. ആകെ വിഷമമായിപ്പോയി ആക്കുക. ഞങ്ങൾ ഇതിപ്പോൾ വേസ്റ്റ് കളയാൻ പോവാം കേട്ടോ. എന്നിട്ട് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കത്തെ ഷോയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും. ഞാൻ നടക്കുന്നത് അവളെടുക്കും, അവൾ നടക്കുന്നത് ഞാനെടുക്കും. അങ്ങനെ എന്തുപോലെ ഞങ്ങൾ മാക്സിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മാക്സിൽ. അത്യാവശ്യം എല്ലാത്തിനും ഓഫറും ഉണ്ടായിരുന്നു. 20 റിയാൽ, 9 റിയാൽ, 8 റിയാൽ, അങ്ങനെ അതിന് മുകളിലേക്കും ഓഫർ ഉള്ളതും ഉണ്ട്, പൈസ ഉള്ളതും ഉണ്ട്. പിന്നെ ചുറ്റി കറങ്ങി ഞങ്ങളെല്ലാം നോക്കി. പക്ഷേ ഇന്നത് കറക്കമല്ല കേട്ടോ. ഞങ്ങൾ 1-2 സാധനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സെക്ഷനും ഓഫറുണ്ടായിരുന്നു. ഇന്ന ഭാഗത്ത് നല്ല എല്ലാ സെക്ഷനിലും ഉണ്ടായിരുന്നു. ചിരിപ്പായന് ശരി, ബാഗായാലും ശരി, എല്ലായിടത്തും ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പുള്ള നമ്മൾ ഈ കാണുന്ന ഈ മിററിൻ്റെ ഉള്ള പരിപാടി, ഞങ്ങൾക്ക് എപ്പോൾ പോയാൽ ഒരു മിറർ കണ്ട അവിടെ പോയി ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഞാൻ ഇതും കൂടെ പോയി എടുത്തതാണ് ഈ കാണുന്നത്. എല്ലായിടത്തും ഉണ്ടായിരുന്നു, എല്ലാ ഭാഗത്തും ഓഫർ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ എല്ലാവരും തന്നെ എടുത്തുപോയി. പിന്നെ കുറച്ചൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം അത്യാവശ്യം ആൾക്കാരെടുത്തു. ഈ കാണുന്ന അവൾ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുക്കുന്നതാണ്. ഞാനൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നപ്പോൾ ഞാൻ അറിയാതെ വന്ന് വീഡിയോ എടുത്തതാണ് പുള്ളിക്കാരി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മുകളിൽ പോയി. ഈ മുകളിൽ കാണുന്ന ഈ ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. ഇതിന് മുമ്പ് ഞാൻ പോയി ഡ്രസ്സ് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ നേരെ താഴെ വന്നു. ഞങ്ങൾ മാക്സിലൊക്കെ പോയി, പിന്നെ അവിടെ പോയി മടുത്തു, ക്ഷീണിച്ചു, കുറേ നടന്നു. അങ്ങനെ ഫുള്ളും കറങ്ങിയിട്ട് ഈ ബിൽഡിംഗ് മൊത്തം കറങ്ങി ഞങ്ങൾ ക്ഷീണിച്ചോടെ കുത്തിരിക്കുകയാണ്. ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ബക്കാലെ പോകണം, പാല് മേടിക്കണം പിന്നെ ചേച്ചിക്ക്. പിന്നെ നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോകും. പോകുന്ന വഴിക്ക് പിസയും വാങ്ങിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു.